ഈ പെൺപിള്ളേര് ബൈക്ക് ഓടിച്ചാൽ എന്താ കുഴപ്പം? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്ന സ്ത്രീകളാണെന്നാ പറയുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് വെട്ടിക്കുന്ന അമ്മച്ചി വരെ ഈ നാട്ടിലുണ്ട്. റോഡിന് വണ്ടി ഒതുക്കാൻ പറഞ്ഞാൽ റോഡിന് നടുക്ക് ഒറ്റ ചവിട്ടി വെട്ടുന്ന ആൾക്കാരുണ്ട്. ആക്സിഡന്റ് കുറച്ച് കൊടുക്കുമ്പോ ഒറ്റ പിടിയാ, ആ പിടി 90-100 എത്തിയാലും വിടത്തില്ല. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. ഒരു പെൺകുട്ടി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്ന് പെട്ടെന്ന് നോക്കും. പ്രത്യേകിച്ച് അതൊരു ബുള്ളറ്റ് ആണെങ്കിൽ കുറച്ച് വാവുന്ന സാധനം കൂടെ വരും. പൊതുവെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല, കാരണം ഹീറ്റ് കൂടുതലുള്ളതാണ് വണ്ടി ആണല്ലോ. അത് ഈ പറഞ്ഞ പോലെ അതിന് അഴുക്കാണെന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. പൊതുവെ അങ്ങനെ ഒരു ധാരണ പണ്ടുള്ളവർക്കുണ്ട്. ഇപ്പം പക്ഷെ അങ്ങനെ ഇല്ല. ഇപ്പം നമ്മളൊരു പെൺകുപ്പം എൻ്റെ ഓർമ്മ ശരിയാ, ഇപ്പം ഒത്തിരി പിള്ളേർ ബൈക്ക് റേസേഴ്സും റൈഡേഴ്സായിട്ടുള്ള പിള്ളേരുണ്ട്, പെൺകുട്ടികളുണ്ട്. ബൈക്കിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്ന വണ്ടി ശരിയാക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസ്, മെക്കാനിക്കുമാർ, ചില നല്ല മെക്കാനിക്സ് മാത്രമേ ബുള്ളറ്റ് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബുള്ളറ്റ് വരെ പണിയുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ തോട്ടില്ലേ പെൺകുട്ടികൾക്ക് ബൈക്ക് ഓടിക്കാൻ പാടില്ല? അഥവാ ബൈക്ക് ഓടിച്ചാൽ അതൊക്കെ അഹങ്കാരികളാണെന്നൊക്കെ പറയും. അതായത് തന്റെ ഇടത്തിന്റെ ഒരു പ്രതീകമാണ് ബൈക്ക് ഓടിക്കുന്നത് എന്നുള്ളൊരു സാധനമുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാലോചിക്കുക. നിങ്ങൾ കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന വിഷ്വൽ ആലോചിക്കാൻ പറഞ്ഞാൽ ഒന്ന് കണ്ണടയ്ക്കുക. നിങ്ങൾ ഒരു ബുള്ളറ്റിൽ ഒരാളിങ്ങനെ വരിക, ജെൻഡർ പറയുന്നില്ല, പക്ഷെ അപ്പം നമ്മുടെ മനസ്സിൽ ഒരു സാധനം ഇമേജ് വരും. ഒരു പയ്യനിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ജീൻസ് പാൻറ് അല്ലെങ്കിൽ ടീഷർട്ട്, അല്ലെങ്കിൽ തമിഴ് ആൾക്കാരാണെങ്കിൽ ഒരു വെള്ള മുണ്ട്, വെള്ള ഷർട്ട്, കാരണം ഗ്ലാസ്. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇമ്പ്രിൻ്റ് ആയിരിക്കുന്ന, സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അടിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഇമേജേ വരും. മാറി തുടങ്ങിയല്ലേ ഇപ്പൊ പെൺപിള്ളേര് ഹിമാലയത്തിൽ വരെ പോയി തുടങ്ങി. അയ്യോ, പക്ഷെ ഈ സുലഭമായിട്ട് ബൈക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടുപുറത്തൊന്നും. ബൈക്കെന്ന് കേൾക്കുന്നത് തന്നെ അത്ഭുതമാണ്. പിള്ളേരൊക്കെ ഇല്ല ഇറങ്ങി ഓടുമല്ലോ, നമ്മളൊക്കെ പണ്ട് പോവാറല്ലേ. ആ ടൈമില് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചപ്പോ എനിക്ക് ഇങ്ങനെ രോമാഞ്ചായിരുന്നു. ഇപ്പം ഒത്തിരി ആൾക്കാരുണ്ട്, ഇപ്പം റൈഡേഴ്സ് ആയിട്ടുള്ള റൈഡറുകളുണ്ട്. പാലക്കാട് ലക്ഷ്മി പൾസറിനാണ് പോയത് ലഡാക്കിൽ. അപ്പം ഈ പറഞ്ഞ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഭീകര ട്രെൻഡാണ് റൈഡർ ഗേൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഒത്തിരി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് വണ്ടി ഓടിച്ച്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ. എനിക്കൊന്ന് ഒരു ലേഡി, അയാൾ പേര് ഞാനും പറഞ്ഞു, ഒരു ബുർഖ ഇട്ടിട്ടുള്ള ഒരു ലേഡിയാണ്. അവരത് പല രാജ്യങ്ങൾ ഈ ബുള്ളറ്റ് ബൈക്കിൽ സന്ദർശിക്കുക. അപ്പോൾ അത് ഈ പറയുന്ന ബൈക്ക് ഓടിക്കുക എന്നുള്ളത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് മാത്രമായിരുന്നു. പക്ഷെ ചിലർക്ക് അത് ഭീകരമായ അതിനോടൊരു ഫീൽ ഉണ്ട്. സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ബൈക്കൊക്കെ. ഈ ബൈക്കിന്റെ കാര്യം പറഞ്ഞ തമിഴ്നാട്ടില് നമ്മുടെ ഇവിടെയൊക്കെ ശരിക്കും നമ്മളുടെ ലേഡീസ് ഇപ്പോഴാണ് ടൂ വീലർ ഒത്തിരി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ തമിഴ്നാട്ടില് മറ്റെന്താ ലൂണ എല്ലാ പെണ്ണും ലൂണ ഓടിക്കല്. പക്ഷെ അത് തന്റെ ഇടത്തിന്റെ ഒരു ആണത്തത്തിന്റെ ഒക്കെ പ്രതീകമാണ്, പവറിന്റെ പ്രതീകം, ഒരു അധികാരത്തിന്റെ പ്രതീകം, ഒരു സിംബലൈസേഷൻ ആയി മാറിയിട്ടുണ്ട് ഒരു കാലത്ത്. കാരണം ആ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ബുള്ളറ്റ് ഓടിക്കണമെങ്കിൽ എത്ര പവർ ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ എത്ര വണ്ണം ഉള്ളവരായിരിക്കണം. പണ്ട് പറഞ്ഞിട്ടുണ്ട്, നീളമുള്ളവർക്കും വണ്ണമുള്ളവർക്കേ ബുള്ളറ്റ് ചേരത്തുള്ളൂ. അങ്ങനെ ആമ്പിളർ ടോപ്പ് ചെയ്തത് നീളമുള്ളവർക്കും അല്ലെങ്കിൽ വണ്ണമുള്ളവർക്ക്, അത്യാവശ്യം വണ്ണം ഉണ്ടെങ്കിലേ ആ വണ്ടി ഓടിക്കും. ഇപ്പൊ നമ്മള് ടൂ വീലർ അല്ലാത്ത തന്നെ ഗിയർലെസ് വണ്ടി തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ശരീരമുള്ളവരെ നമ്മുടെ ശരീരവും വണ്ടിയും കൂടെ നോക്കിയിട്ടാണ് ഏത് വണ്ടിയാണ് ചിലപ്പോ പറഞ്ഞില്ലേ ഈ വണ്ടി ഇയാളോട്ട് ഒരു ചേർച്ചയില്ലല്ലോ. ഞാൻ ഇപ്പൊ ചില സമയത്തോട്ട് ഇവിടെ സിഗ്നൽ നിൽക്കുമ്പോഴത്തേക്ക് മറ്റേ R15 ഒരു 50-55 വയസ്സുള്ള ഒരു മൂടിയൊക്കെ നരച്ചൊരു പുള്ളി കണ്ണാടിയൊക്കെ ഇട്ടിട്ടാണ് സാറാ സ്പെക്സ് ഇട്ടിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ R15 പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളപ്പം ഞാൻ എന്റെ ഫ്രണ്ടോട് തോന്നി ചിലപ്പം മകന്റെ ആയിരിക്കും. നമ്മള് പാസ് ചെയ്ത് പോകുമ്പോ ഇതുപോലെ ഇങ്ങനെ R15 അതുപോലെയുള്ള ഹെവി ബൈക്കിലൊക്കെ മറ്റേ പ്രായമുള്ള അച്ഛന്മാര് പോവാണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇനി ബ്രേക്ക് എവിടാണെന്ന് അറിയാൻ പാടെന്ന് ചോദിക്കാനായിരിക്കും. പക്ഷെ വണ്ടി ഓടിക്കാൻ പറയുന്നത് ഒരു സംഭവമായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഡ്രൈവിംഗ് ഓടിക്കുന്നതിനും വണ്ടി ഓടിക്കുന്നതിനൊക്കെ മുന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വണ്ടി ഓടിച്ചു പോകുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ തന്നെ നോക്കാറുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പൊ ജുബിൻ തന്നെ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ പോകുന്ന ടൈമിൽ നോക്കി പോകാറുണ്ട്. ഞാൻ പോലും നോക്കുമ്പോ
സംഭവം തന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ പറയും. അതിപ്പോ എന്റെ അമ്മമാരും എന്റെ അമ്മയാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഹെവി സാധനം ലിഫ്റ്റ് ചെയ്യരുത്, യൂട്രസിന് കംപ്ലൈന്റ് ആണെന്ന് പറയും. നമുക്ക് പ്രശ്നമാണത്, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ വരെ അത് ബാധിക്കും എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈക്കിലിരിക്കുമ്പോ തന്നെ അത് എനിക്ക് തോന്നുന്നു, അതായത് ഹീറ്റ് അടിച്ച് കയറുന്നത് അത് പ്രശ്നമാണ്. പിന്നെ വൈബ്രേഷൻ, ബൈക്കിന്റെ വൈബ്രേഷൻ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പക്ഷേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അല്ലല്ല, പക്ഷെ പൊതുവേ സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനത്തെ പണ്ട് കാലം നീ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പെൺകുട്ടിയാണോ അത് സൈക്കിൾ ഓടിക്കുന്നതിന് കുറ്റകരമായിട്ടുള്ള കാലമാണ്. മനസ്സിലായി, സൈക്കിൾ ഓടിക്കുന്നത് ഭയങ്കര ഈ പറയുന്ന പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുള്ളറ്റ് അല്ലെങ്കിൽ ബൈക്കിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി തമിഴ്നാട്ടിലാണ്. അവര് അത്യാവശ്യം രാവിലെ കോളേജിലേക്ക് വരുന്ന തിരിച്ചു പോകുന്നത് ഏകദേശം 1-2 മണിക്കൂർ ബൈക്ക് ഓടിച്ചിട്ടായിരുന്നു. അവര് വരുമ്പോൾ തന്നെ ഇവരെ ആദ്യം കാണുമ്പോൾ തന്നെ ഇത് ഇപ്പം കൊച്ച് ചെറിയ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്കാ എന്ന് വെച്ചാൽ CT100 അല്ലെങ്കിൽ സ്പ്ലെൻഡർ പോലത്തെ ഒരു വണ്ടിയാണ്. പക്ഷെ അവിടെ വരെ ആ വണ്ടി ഓടിച്ചിട്ട് അവൾക്ക് ഓക്കെയാണ്. നമ്മൾ കാണുന്നവർക്ക് ഈ അല്ലെങ്കിൽ ഇവള് ബൈക്കിലാണ് വരുന്നത് എന്ന് തോന്നലുണ്ട്. പക്ഷെ അപ്പോൾ അവളോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് അവളുടെ ബൈക്കിന്റെ പിറകില് ഒരു ആൺകുട്ടി നിർത്തി വണ്ടി ഓടിക്കാൻ അവൾക്ക് ഇഷ്ടം. അത് അവളുടെ ആഗ്രഹം. കാരണം അച്ഛൻ കൂടുതൽ ബ്രദർ ആണെങ്കിൽ ഇവളുടെ വണ്ടിയുടെ ബാക്ക് കയറില്ല. മോശം ഡ്രൈവറാണ്, മോശം ഡ്രൈവറാണ് ഇവിടെ വീട്ടിലോ എന്ന് പേടിയാണ്. ഭയങ്കര മോശം ഡ്രൈവേഴ്സാന്ന് പറയും. സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്ന സ്ത്രീകളാണെന്നാണ് പറയുന്നത്. ആ ടോപ്പിക് ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. പക്ഷെ ഞാൻ നന്നായി വണ്ടി ഓടിക്കും. ഞാൻ നമ്മൾ കണ്ടിട്ടുള്ള റോഡിൽ നോക്കിയാൽ മതി, ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് വെട്ടിക്കുന്ന അമ്മച്ചി വരെ നാട്ടിലുണ്ട്. പൊതുവെ വണ്ടി ഓടിക്കുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കെയർലെസ് സ്ത്രീകൾ തന്നെ. അത് എപ്പോഴും റോഡിന് വണ്ടി ഒതുക്കാൻ പറഞ്ഞാൽ റോഡിന് നടുക്ക് ഒറ്റ ചവിട്ടി ഒട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് കുറച്ച് കൊടുക്കുമ്പോ ഒറ്റ പിടിയാ, ആ പിടി 90-100 എത്തിയാലും വിടത്തില്ല. അപ്പൊ അത് ആ സംസാരം ആ ടോക്ക് ശരിയാണ്, നമുക്ക് ഡിബേറ്റബിളാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതും ഉണ്ട്. പക്ഷെ ഇതിനെ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ എന്തോ ഒരു കുറ്റകരമാണെന്ന് ആൾക്കാർ കാരണം അടക്കോ ഒതുക്കോ ഉള്ള പെൺപിള്ളേർക്ക് പൊതുവെ അങ്ങനെയാണല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ പണ്ട് കളിയാക്കിയൊക്കെ പറയാറുണ്ടായിരുന്നു, ചെക്കന്മാര് കമ്പനി അടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബോൾഡായിട്ടും അടിച്ചുകൂടി പെൺപിള്ളേരായിട്ട് കമ്പനി അടിക്കും. പക്ഷെ കല്യാണം കഴിക്കേണ്ട കാര്യം വരുമ്പോൾ പറയും എനിക്ക് നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണിനെ വേണം. അടക്കോ ഒതുക്കത്തിനുമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് ബൈക്ക് ഓടിക്കുക. അടക്കോ ഒതുക്കമുള്ള പെൺപിള്ളേരെ ചെയ്യത്തില്ല. കാരണം ഈ തരത്തിൽ ബൈക്ക് ഓടിച്ച് നടക്കുന്ന ഒരു പെണ്ണിനെ പറ്റിട്ട് ആ നാട്ടിൽ അന്വേഷിച്ചറിയാം, അവിടെ കാര്യ. അത് ബൈക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീൻസിലിരുന്ന പെൺപിള്ളേർക്കും ഉണ്ടായിരുന്നു. അതിപ്പോ മാറി. ഓരോ ടൈം മാറുന്നതനുസരിച്ച്, ഓരോ ജനറേഷൻ മാറുന്നതനുസരിച്ച്, ഓരോ ഈ ചിന്തകൾ മാറുന്നതനുസരിച്ച് ഈ പറഞ്ഞ ആൾക്കാരുടെ ചിന്തകളും മാറും. ഇപ്പോഴും കുറെ മാറി തുടങ്ങി. ഇപ്പൊ എല്ലാ ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ പെൺപിള്ളേര്. നമുക്ക് തന്നെ ഇവിടെ പോകുമ്പോ തന്നെ അത്ര വലിയ. പക്ഷെ ആദ്യമൊക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കുമായിരുന്നു ഞാനടക്കം. ഇപ്പൊ വേണ്ടില്ല, ബൈക്ക് ഓടിച്ചു പോട്ടെ ആ ഒരു